മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് രത്തൻ യു ഖേൽക്കർ എന്ന IAS-കാരനെയാണ്. കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. നേരത്തെ പിണറായി വിജയന് തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി കിട്ടിയ പണി ആരും മറന്നു കാണില്ല. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുക്കാൻ ഏറ്റെടുത്തതും പിന്നാലെ സ്വപ്ന സുരേഷ് വഴി സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നതൊന്നും ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ വി.ഡി. സതീശനെ ഉപദേശിക്കാനിറങ്ങുന്ന CPM-കാർ ആദ്യം പിണറായി വിജയനെ വേണമായിരുന്നു തിരുത്താൻ. എന്തായാലും സ്വർണ്ണക്കടത്ത് പോലെ ചീപ്പ് പരിപാടികൾക്കൊന്നും കിട്ടാത്ത വ്യക്തിയാണ് രത്തൻ ഖേൽക്കർ എന്ന് നിസ്സംശയം പറയാം. കാരണം അദ്ദേഹം വരുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസ് പദവിയിൽ നിന്നാണ്. കേന്ദ്ര സർക്കാരിൽ പദവികൾ വഹിച്ചുവെന്ന് കരുതി എങ്ങനെ ഖേൽക്കർ ഒരു മോശം ഓഫീസറാകും? പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ പോലെ പൂച്ച കറുത്തതോ വെളുത്തതോ എന്ന വിഷയമല്ല, എലിയെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഖേൽക്കറുടെ കാര്യത്തിലും അത് തന്നെയാണ് സിദ്ധാന്തം. കർമ്മനിരതനായ ഓഫീസറാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഖേൽക്കറെക്കുറിച്ചുള്ള കള്ളക്കഥകൾ പൊളിച്ചെടുക്കുന്നുണ്ട് UDF-ന്റെ സൈബർ വിങ്ങുകൾ. വിവാദങ്ങളെ ഭയക്കാതെ നാടിന്റെ വികസനത്തിനായി ധീരമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന വി.ഡി. സതീശൻ സർക്കാരിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഈ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ UDF-ന് വരും കാലങ്ങളിലും ഭരണം എളുപ്പമാക്കാൻ മാത്രമേ സഹായിക്കൂ. പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് മുന്നോട്ടു പോകുന്നത്. ഇലക്ഷൻ കമ്മീഷണറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയാക്കിയതിനെതിരെ പ്രതിപക്ഷം ഇപ്പോൾ വെറുതെ ബഹളമുണ്ടാക്കുകയാണ്. ഭരണം നന്നായി നടക്കണമെങ്കിൽ കഴിവും അഴിമതിയില്ലാത്തതുമായ ഉദ്യോഗസ്ഥർ കൂടെയുണ്ടാകണം. അതിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നതും കാണാതെ പോകരുത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് എല്ലാ പ്രധാനപ്പെട്ട പദവികളും കൊടുത്ത് ഖേൽക്കറെ ആദരിച്ചത് ഇതേ ഇടതുപക്ഷമാണ്. പിണറായി വിജയന്റെ കീഴിലുള്ള IT വകുപ്പ് സെക്രട്ടറിയായും GST കമ്മീഷണറായും ഒക്കെ ഖേൽക്കർ മികച്ച രീതിയിലാണ് ജോലി ചെയ്തത്. അന്ന് ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ കൊടുത്ത 3 പേരുടെ ലിസ്റ്റിൽ ഖേൽക്കറുടെ പേര് വന്നതും ഇടതുപക്ഷത്തിന് അദ്ദേഹത്തെ വിശ്വാസമുള്ളതുകൊണ്ടാണ്. അന്ന് എല്ലാ സുപ്രധാന ചുമതലകളും നൽകിയവർക്ക് ഇദ്ദേഹം വി.ഡി. സതീശന്റെ സെക്രട്ടറി ആയപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് മോശക്കാരനാകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വെറും രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ പേരിലാണ് പ്രതിപക്ഷം വിമർശനങ്ങൾ ഉയർത്തിവിടുന്നത്. ബംഗാളിലെ കാര്യങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. ബംഗാളിൽ ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളും കോടതി കേസുകളും ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ വോട്ടർ പട്ടിക പുതുക്കിയതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യമാണ് ഖേൽക്കർ ചെയ്തത്. കള്ളവോട്ടുകൾ തടഞ്ഞ് സുതാര്യമായി ഇലക്ഷൻ നടത്തിയതിനാണ് ഇപ്പോൾ തോറ്റതിന്റെ ക്ഷീണം മാറ്റാൻ ഇടതുപക്ഷം ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുന്നത്. നുണകളെ വസ്തുതകൾ വിളിച്ചു പറഞ്ഞ് അവർ നേരിടും. വിവാദങ്ങളെ ഭയക്കാതെ നാടിന്റെ വികസനത്തിനായി ധീരമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന വി.ഡി. സതീശൻ സർക്കാരിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. തോറ്റു തൊപ്പിയിട്ടതിനു പിന്നാലെ മുൻ മന്ത്രി P. രാജീവ് ഖേൽക്കറിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. വി.ഡി. സതീശൻ മറുപടി പറയണമെന്നാണ് രാജീവിന്റെ ആവശ്യം. നിയമവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടിയായിരുന്നു P. രാജീവ്. എന്നിട്ടും അനാവശ്യമായ രീതിയിൽ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് P. രാജീവ്.